അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ സലാമത്തായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ വിജയികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, സഫർ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പലപ്പോഴും സഫർ മാസത്തെ പല രൂപത്തിലും പല രീതിയിലും പലരും വ്യാഖ്യാനിക്കാറുണ്ട്. സഫർ മാസത്തിൽ കല്യാണം കഴിക്കാൻ പാടില്ല, വീട് കുടിരിക്കാൻ പാടില്ല, കച്ചവടങ്ങൾ, മറ്റു അനുബന്ധ സ്ഥാപനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സഫറു മാസവുമായി ബന്ധപ്പെട്ട് പണ്ട് മുതലേ ഉണ്ട്. ഇപ്പോഴും പലപ്പോഴും നമ്മൾ കേൾക്കാറുമുണ്ട്. ഏതായാലും അതിനെക്കുറിച്ച് അല്പം നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മൾ പറയുന്ന ഇൽമ് ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ഉൾക്കൊള്ളുന്നതുമൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് സഫർ എന്ന പേര് ഈ ഒരു മാസത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. രണ്ട് റീസണാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, സഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശൂന്യമായി തീരുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചരിത്രം പറയുന്നത്, പുരാതന അറബിയിൽ ഈ ഒരു പരിശുദ്ധമായ മുഹറം മാസം കഴിഞ്ഞാൽ, നമുക്കറിയാം മുഹറം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായൊരു മാസമാണ് മുഹറം. അത് കഴിഞ്ഞ ഉടൻ അറബികൾ യുദ്ധത്തിനും യാത്രകൾക്കുമായി കൂട്ടത്തോടെ പുറത്തു പോകുമായിരുന്നു. ഈ സമയത്ത് അത് കാരണമായിട്ട് അവരുടെ വീടുകൾ ശൂന്യമായിരുന്നു, ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് സഫർ മാസത്തിന് സഫർ എന്ന ശൂന്യമായി തീരുക എന്ന പേര് ലഭിച്ചത് എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാരണം, സഫർ മാസം എന്ന് പറഞ്ഞാൽ, സഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നുള്ളതാണ്. അഥവാ സഫർ മാസം ഒരു മഞ്ഞുകാലത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മരങ്ങളുടെ ഇലകൾ പഴുത്ത് മഞ്ഞ നിറമായി അത് പൊഴിഞ്ഞു പോയിരുന്നു, കൊഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് മരങ്ങളൊക്കെ ശൂന്യമായിരുന്നു. അപ്പോൾ ഈ അർത്ഥത്തിൽ അതിന് സഫർ എന്ന് കൊടുത്തതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ മുമ്പ്, പരിശുദ്ധമായൊരു ദീന് വരുന്നതിൻ്റെ മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ ഒരു സഫർ മാസം എന്ന് പറഞ്ഞാൽ ദുശ്ശകുനത്തിൻ്റെ മാസമായിട്ടാണ് കണ്ടിരുന്നത്. ഈ മാസത്തിൽ അപകടങ്ങളും പരീക്ഷണങ്ങളും രോഗങ്ങളും കൂടുതലായി ഇറങ്ങുമെന്നും, അതിനാൽ ഈ മാസത്തിൽ യാത്ര ചെയ്യാനോ പുതിയ കച്ചവടം മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങാനോ വിവാഹം കഴിക്കാനോ ഒന്നും നടത്താൻ പറ്റാത്തൊരു മാസമായിട്ടാണ് അവരിതിനെ വിലയിരുത്തിയിരുന്നത്, അല്ലെങ്കിൽ അവർ ഈ രൂപത്തിലാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇസ്ലാം വന്നതോടുകൂടി ഇത്തരം അന്ധവിശ്വാസങ്ങളെ പൂർണ്ണമായും ഇസ്ലാം തള്ളിക്കളഞ്ഞു. കാലമോ മാസങ്ങളോ ദിവസങ്ങളോ സ്വയം ഒരു നന്മയോ തിന്മയോ വരുത്തുന്നില്ലെന്നും, പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി ഖലാ ഖദർ അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്നും ഇസ്ലാം പഠിപ്പിച്ചു. നബി തങ്ങൾ പറഞ്ഞല്ലോ, ലാ അദ്വ വലാ ത്വീറത വലാ ഹാമത വലാ സഫർ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, അല്ലേ? ലാ അദ്വ, പകർച്ചവ്യാധിയില്ല. പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാലഘട്ടത്തിലുള്ള സാധാരണഗതിയിൽ രോഗം പകർച്ചയാകൂല അല്ലെങ്കിൽ പകരൂല എന്നല്ല, മറിച്ച് അന്ധമായിട്ടുള്ള ഒരു പകർച്ചവ്യാധിയെ ഒക്കെ പണ്ടത്തെ കാലത്ത് രോഗത്തിനെക്കുറിച്ച് ആ രീതിയിലൊക്കെ വിലയിരുത്തിയിരുന്നു. അഥവാ ഒരാളെ വീട്ടിൽ ചെന്നാൽ തന്നെ, ഒരാളെ വീടിൻ്റെ പടി കയറിയാൽ തന്നെ അയാളുടെ രോഗം നമുക്ക് പകരും. അയാളെ കണ്ടാൽ, ദൂരെ അകലെ നിന്ന് കണ്ടാൽ പോലും അയാളുടെ രോഗം നമുക്ക് പകരും, അല്ലേ? ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ,
ചുവന്ന കണ്ണുള്ളൊരു രോഗമുണ്ടല്ലോ, അത് നമ്മൾ അയാളുടെ കണ്ണിലേക്ക് അറിയാതെ നോക്കിയാൽ തന്നെ ആ കണ്ണ് രോഗം നമുക്ക് പകരും. ഈ രൂപത്തിലൊക്കെ ഒരടുത്ത കാലം വരെ ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പലരും പറയുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇതിലും പക്കാ അന്ധമായ രൂപത്തിലുള്ള ഇത്തരം രോഗങ്ങൾ വലിയ രൂപത്തിൽ പകരും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും അതിനെ ഒന്നും ശരിവെക്കുന്നില്ല എന്ന് തന്നെയാണ്. ത്വയ്റത പക്ഷി പരിശോധന നടത്തിക്കൊണ്ട് അതിൻ്റെ ചലനങ്ങൾ നോക്കിക്കൊണ്ട്, പക്ഷി വലതുഭാഗത്തേക്ക് പറന്നാൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമുക്കുണ്ടാക്കുന്നത്. പക്ഷി ഇടതുഭാഗത്തേക്കാണ് ചലിക്കുന്നതിൻ്റെ എങ്കിൽ അത് നെഗറ്റീവായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. ഈ രീതിയിലുള്ള പക്ഷി ഇപ്പോഴും നമുക്കറിയാം, ഒരു പക്ഷിയെ കണ്ടാൽ അത് പോസിറ്റീവാണ്, 2 പക്ഷിയെ ഒപ്പം കാണുകയാണെങ്കിൽ അത് നെഗറ്റീവാണ്. ഈ രൂപത്തിലൊക്കെ ഇന്നും നിലനിൽക്കുന്ന പല പക്ക അന്ധവിശ്വാസങ്ങൾ, ഇതൊന്നും പരിശുദ്ധമായ ഇസ്ലാം അനുവദിക്കുകയില്ല എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അതിന് ശേഷം പറയുന്നത് വല ഹാമത്തി എന്ന് പറഞ്ഞാലും ഇതുപോലെ പക്ഷിയുടെ സ്വരമനുസരിച്ച് ചില പക്ഷികൾ കരഞ്ഞാൽ ഏതെങ്കിലും വീടിൻ്റെ പരിസരത്ത് വെച്ച് കരയുകയാണെങ്കിൽ ആ വീട്ടിൽ ആൾ ഇത്ര ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും എന്നൊക്കെ വിശ്വാസം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ചില പക്ഷികളുടെ മൂളലുണ്ടായാൽ, മൂങ്ങ എന്ന് പറയുന്നൊരു പക്ഷി മൂളിയാൽ മരണം സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോഴും പലപ്പോഴും അത്തരം രീതിയിലൊക്കെ ആളുകൾ പക്ക അന്ധവിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊന്നും പരിശുദ്ധമായ ഇസ്ലാമോ ദീനോ ഒന്നും ഇതിനെ ഒരു നിലക്കും ശരിവെക്കുന്നില്ല എന്നുള്ളതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്. സഫർ മാസത്തിലെ ഈ അന്ധമായ വിശ്വാസവും ഇസ്ലാം ശരിവെക്കുന്നില്ല. എന്താണ് സഫർ മാസം? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഫർ മാസത്തിൽ ഒരു കല്യാണം കഴിക്കാൻ പാടില്ല, വിവാഹം ചെയ്യാൻ പാടില്ല, മറ്റുള്ള നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് നടത്താൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് തുടങ്ങാൻ പാടില്ല, കച്ചവടം തുടങ്ങാൻ പാടില്ല. ഈ രീതിയിലുള്ള ഒക്കെ ഒരു അന്ധമായ വിശ്വാസം, പക്ക അന്ധമായിട്ടുള്ള വിശ്വാസം, ഇതൊന്നും പരിശുദ്ധമായ ദീൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ലാ അദ്വ വലാ ത്വയ്റത വലാ ഹാമത വലാ സഫർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഫർ മാസത്തെ ഈ രീതിയിലൊക്കെ പല ആളുകളും വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഫർ മാസത്തിൽ വളരെ പരിശുദ്ധമായ ദീനിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം കൂടിയാണ് സഫർ മാസം. ഹിജ്റയുടെ തുടക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകാനായി വീട് വിട്ടിറങ്ങിയതും സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചതും പ്രിയമുള്ളവരെ ഈ സഫർ മാസത്തിലായിരുന്നു. അതുപോലെ ഫാത്തിമ ബീവി, നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് വിവാഹം ചെയ്തു കൊടുത്ത ആ മഹത്തായ കർമ്മം നടത്തിയത് പ്രിയമുള്ളവരെ ഈ സഫർ മാസത്തിലായിരുന്നു. അതുപോലെ ഖൈബറിൻ്റെ വിജയം, മുസ്ലിങ്ങൾക്ക് ചരിത്രപ്രധാനമായ ഖൈബർ കോട്ട കീഴടക്കാൻ സാധിച്ചത് ഇതേ സഫർ മാസത്തിലാണ്. പ്രവാചകൻ്റെ ആദ്യ യുദ്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പങ്കെടുത്ത ആദ്യ യുദ്ധം, അബവാ യുദ്ധം നടന്നത് ഈ സഫറിലായിരുന്നു. ചുരുക്കത്തിൽ മറ്റുള്ള എല്ലാ മാസങ്ങളെയും പോലെ അള്ളാഹു സൃഷ്ടിച്ച ഒരു സാധാരണ മാസം മാത്രമാണ് സഫർ മാസം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുവെ അനുസരിച്ച് ജീവിക്കുന്ന ദിവസങ്ങൾ അനുഗ്രഹീതവും പാപങ്ങൾ ചെയ്യുന്ന ദിവസങ്ങൾ അത് നിർഭാഗ്യകരവുമാണ് എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകാതെ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രവാചകൻ്റെ തിരുവചനം എന്ന് പറയുന്നത് ഇത്തരം ദുശകുനങ്ങളെ, ഇത്തരം അന്ധമായ വിശ്വാസങ്ങളെയൊക്കെ പറിച്ച് എറിയുന്ന രൂപത്തിലുള്ള പ്രഖ്യാപനമാണ് അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിച്ചത്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല, അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ റദ്ദതഹു ത്വയ്റ മിൻ ഹാജതി. നോക്കൂ നിങ്ങൾ, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് ഒരു ആവശ്യമുണ്ടായി, നമ്മളത് തീരുമാനിച്ചു. നമ്മുടെ കുടിയിൽ വിവാഹമാവട്ടെ, അല്ലെങ്കിൽ സൽക്കാരമാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള എന്ത് സന്തോഷമായ, അല്ലെങ്കിൽ ഒരു കടയുടെ ഉദ്ഘാടനമാവട്ടെ, നമ്മൾ തീരുമാനിച്ചു. എന്നിട്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ത്വയ്റത്തു,
പക്ഷിശാസ്ത്രം നോക്കിക്കൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ദിവസം ഇത്ര മോശമാണ്, അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ദിവസത്തിൽ പക്ഷി ഇങ്ങോട്ട് പറന്നിട്ടുണ്ട്, ഇടത് ഭാഗത്തേക്ക് പറന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഈ ദിവസത്തിൽ നമ്മളിങ്ങനെ തുടങ്ങാനിരിക്കുന്ന സമയത്ത് ഈ പക്ഷി സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്രത്യേകമായ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അപശബ്ദമാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം തുടങ്ങാൻ പാടില്ല എന്ന് കരുതി ആരെങ്കിലും അത് ഒഴിവാക്കാൻ തുനിഞ്ഞാൽ ഫഖദ് അശ്റക, അവൻ മുശ്രിക്കായി പോകുന്നതാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടല്ലേ. അപ്പം നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും പലപ്പോഴും നമുക്ക് സഫർ മാസത്തിൽ പലപ്പോഴും പല അപകടങ്ങളുണ്ടാകുന്നു, പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്നു, പല പ്രശ്നങ്ങളുണ്ടാകുന്നു, കുടുംബത്തിലുള്ള ആളുകൾക്ക് രോഗമാകുന്നു, പല വിഷയങ്ങളുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സഫർ മാസത്തിന് എന്തോന്നില്ലേ, സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവാം. അതുപോലെ സ്വഹാബത്തിനും സംശയം ഉണ്ടായി. നബിയെ അങ്ങനെ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ളൊരു പ്രായശ്ചിത്തം എന്താണ്, പരിഹാരം എന്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കാൻ. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, ഖാല അൻ തഖൂൽ, നബി തങ്ങൾ പറയാൻ, അൻ തഖൂൽ, നീ പറയണം, അങ്ങനെ നിനക്ക് അനുഭവമുണ്ടെങ്കിൽ നീ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക് വലാ ഇലാഹ ഗൈറുക്. എത്ര മധുരമാണ് ആ ദിക്ർ. ആ ദിക്ർ നീ ഇങ്ങനെ നിരന്തരം പറഞ്ഞോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ ഖൈറ ഇല്ലാ ഖൈറുക്ക്, നീയല്ലാതെ, നിന്നിൽ നിന്നല്ലാതെ ഒരു നന്മയുമില്ല, വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക്ക്, ഏതെങ്കിലും പക്ഷി ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ അനുമതിയോട് കൂടി മാത്രമാണ്, അതല്ലാതെ പക്ഷിക്കൊരു പ്രത്യേകിച്ചൊരു ശക്തിയൊന്നുമില്ല. വലാ ഇലാഹ ഗൈറുക്ക്, മാത്രമല്ല ഏറ്റവും അടിസ്ഥാനപ്പെട്ടത് നീയല്ലാതെ ഇബാദത്തിന് അർഹനൽ ആയിട്ട് ആരുമില്ല. അതുകൊണ്ട് നിന്നെ വരമേൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളതിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമില്ല. എത്ര മനോഹരമാണ് ഈ ദിക്ർ. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക് വലാ ഇലാഹ ഗൈറുക്. ഇത് നിങ്ങൾ പറയണേ. മഹാനായി ഇബ്നു റജബ് തങ്ങളെപ്പോലെയുള്ള വലിയ പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? അവരൊക്കെ പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ഇത്തരം അന്ധവിശ്വാസങ്ങളെ വേരോടെ അടർത്തി മാറ്റുന്ന രീതിയിലുള്ള, വെറ്റിമാറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളല്ല അവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഖാല ഇബ്നു റജബിൻ റഹിമഹുല്ലാ, അദ്ദേഹം ഇബ്നു റജബ് തങ്ങൾ പറയാൻ, വഅമ്മാ തഖ്സീസു ശുഅമി ബിസമാനിൻ, ഏതെങ്കിലും ഒരു സമയം, നിങ്ങളുടെ ആയുസ്സിലുള്ള ഏതെങ്കിലും ഒരു സമയത്തെ നിങ്ങൾ പ്രത്യേകമായിട്ട് ദുശ്ശഗുണമായിട്ട് കാണുകയാണെങ്കിൽ, ഏതുപോലെ കതഖ്സീസി ഷഹ്രി സഫർ ഔ ഗൈരിഹി. നോക്കൂ നിങ്ങൾ, സഫർ മാസത്തിൽ ഇതുപോലെ സഫർ മാസം മോശമാണ്, സഫർ മാസത്തിൽ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ജാഹിലിയ കാലം മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു അന്ധമായ ഒരു വിശ്വാസമാണ്. അതുപോലെ ആ സഫർ മാസം മോശമാണ്, അതിലൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ തഖ്സീസാക്കുന്നത് പോലെ, നിങ്ങളുടെ സമയത്തിൽ ഏതെങ്കിലും ഒരു സമയം മോശമാണ് എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ഫഹാദാ ഗൈറു സ്വഹീഹിൻ, അതൊന്നും ശരിയല്ല, അതൊന്നും ഇസ്ലാമിന് അടിസ്ഥാനമില്ല എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. നിങ്ങളുടെ ശേഷം പറയുന്നുണ്ട്, മുഅ്മിനെ കുല്ലു സമാനിൻ ശഗലഹുൽ മുഅ്മിനു. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോട്ടിവേറ്റ് മഹാനായ ഇബ്നു റജബ് തങ്ങൾ പറഞ്ഞു തരികയാണ്. കുല്ലു സമാനിൻ ശഗലഹുൽ മുഅ്മിനു, ഏത് സമയമായിക്കോട്ടെ ആ സമയം ശഗലഹുൽ മുഅ്മിനു ബി ത്വാഅത്തില്ല, ഒരു മുഅ്മിൻ നല്ല രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പോസിറ്റീവായ രൂപത്തിൽ അവൻ ജീവിക്കുകയാണെങ്കിൽ, അതിനവനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, അത് ഏത് സമയമായിക്കോട്ടെ, ഫഹുവ സമാനുൻ മുബാറക്കുൻ അലൈഹി, അവനെ സംബന്ധിച്ചിടത്തോളം ആ സമയം ബറക്കത്താക്കപ്പെട്ട സമയമാണ്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, അതേത് ടൈമാണെങ്കിലും അവന് ബറക്കത്താക്കപ്പെട്ട ടൈമാണ്. വകുല്ലു സമാനിൻ, ഏത് സമയമാവട്ടെ, ശഗലഹുൽ അബ്ദു ബിമഅസിയത്തില്ല, ആ ഒരു അടിമ അവൻ അള്ളാഹുവിനിക്ക് എതിര് ചെയ്യുകയാണ്. റമളാനാവാം, പരിശുദ്ധമായ മുഹറം 10 അതല്ലെങ്കിൽ പെരുന്നാളാവാം, വെള്ളിയാഴ്ച ദിവസമാവാം, ഏത് ദിവസമായിക്കോട്ടെ അള്ളാഹുവിന് എതിര്, അള്ളാഹു ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, മോശത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ദിവസം? നല്ല ദിവസത്തിൽ. എന്നാൽ പോലും ഫഹുവ ശുഅമുൻ അലൈഹി, അതവന് ദുശ്ശഗുണമാണ്. അപ്പോൾ ഏത് ടൈമാണെങ്കിലും അതിനെ എങ്ങനെ പ്രയോഗിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിൽ അത് ദുശ്ശഗുണമാണോ അല്ലെങ്കിൽ നല്ല പോസിറ്റീവാണോ എന്നൊക്കെ വിലയിരുത്തുന്നത് എന്നൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളതാണ് മഹത്തുക്കൾ പറയുന്നത്.
നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസിയുടെ ജീവിതം ഈമാൻ കൊണ്ടും തവക്കൽ കൊണ്ടും ധന്യമായിരിക്കണം എന്നുള്ളതാണല്ലോ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എത്ര മധുരമാണ്, എത്ര മഹനീയമാണ് ആ ഒരു ദിക്ർ. ഹസ്ബുനല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മതി. വനിഅമൽ വക്കീൽ, നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ്, നിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നീ ഏറ്റെടുക്കുന്ന ആളിൽ വെച്ച് ഏറ്റവും നല്ലവണ്ണം ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ നീയാണല്ലോ. എന്തൊരു മധുരമായ ദിക്റാണ്. ഇതല്ലേ ഒരു മുഅ്മിനിൻ്റെ വായിൽ നിന്ന് വരേണ്ടത്, ഹൃദയാന്തരങ്ങളിൽ നിന്ന് വരേണ്ടത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഫർ മാസം എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. സഫർ മാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദുശ്ശഗുണമായിട്ടുള്ള മാസമല്ല. നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ എല്ലാമായ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തത്, അലിയാർ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് ഈ മാസത്തിലാണ്. മഹത്തുക്കൾ, ആലിമീങ്ങൾ അവരൊക്കെ പറഞ്ഞത് ഈ സഫർ മാസം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് അല്ലേ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനം നമ്മൾ കടമപ്പെടേണ്ട, നമുക്ക് ഏറ്റവും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നമ്മൾ അടുക്കേണ്ട ഒരാളാണല്ലോ. അള്ളാഹിൻ്റെ സൃഷ്ടിയാണല്ലോ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയാണല്ലോ പുന്നാര നബി. ആ പുന്നാര നബിയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12. അതിൻ്റെ മുമ്പുള്ളൊരു സഫർ മാസം എന്ന് പറയുന്നത് ഈ റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അടുക്കേണ്ട സമയമാണ്. ഇൻഷാ അല്ലാഹു, അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലതുപോലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.